ഹായ് ചുള്ളതേലേ ആ അയ്യോ നീ പട്ടയ നിമിഷം വീട്ടിൽ നിൽക്കേ രാത്രിയിലേ ഒക്ടോബർ മാസം നവംബർ മാസം ആകുമ്പോൾ പാല പൂക്കുമല്ലോ യക്ഷിൻ്റെ എന്നുള്ളൊരു പേടി തോന്നുന്നു പാലപ്പൂത്ത മണം വരുമ്പോഴേ കള്ളിൻ്റെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കള്ളിൻ്റെ മണം കിട്ടാനായിട്ട് കുറേ ദൂരം ആളെ പിന്നോട് നടന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ സർക്കാർ മൃഗാശുപത്രി പേര് എൻ്റെ പേരെ പറയണ്ടേ നായർ പേരെ പറയേണ്ട പേര് പറയാൻ പറഞ്ഞവർ സാർ ടീരടി ഹാപ്പി ഇല്ലേ ഒക്കെ സെറ്റായില്ലേ എടാ ഓ എന്താ അത് നാടൻ നായിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചു കൂട്ടി കൊണ്ടിട്ടാ നിനക്ക് അധികാരം കുളിപ്പിക്കണ്ടേ നമുക്ക് കുളിച്ചണ്ടേ അല്ലാന്ന് നീ ഇതുകൊണ്ട് കുളിച്ചാ അകത്തുനിന്ന് ഞാനും വരും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിത കുറെ വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിനിപ്പോ ചീത്ത പറഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ. ഞാൻ അതിപ്പോഴാണ് കണ്ടത്. സ്പ്രേ ഷാമ്പു ആണ് കുളിപ്പിക്കണത്. അവരെ മേലീരാനായിട്ടുള്ള ചീർപ്പ്. എന്തിനുള്ള ഷാമ്പു എന്ന് പറയും. നാടൻ നായിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചു കൂട്ടി കൊണ്ടിട്ടാ. ഇത് നോക്കി കുറെ നാളത്തെ ഉണ്ടാവും. ഒരു ലേശ വേണ്ട ഒറ്റ കുളിപ്പിക്കാനായിട്ട്. ആകെ മൊത്തം ടോട്ടൽ എല്ലാം കൂടിയിട്ട് 1900 രൂപയില്ലേ. അത് അവരുടെ പെഡിഗിരി ഒക്കെ വാങ്ങിച്ചു, തീറ്റയും പിന്നെ മറ്റേ വലിയവരുടെ ഇത് വാങ്ങിച്ചു, പ്യൂർ പെറ്റിന്റെ അത് വാങ്ങിച്ചു. അങ്ങനെ കുറെ സാധനങ്ങൾ കൂടിയിട്ട് അത്രയായിട്ടുള്ളൂ. പിന്നെ കൂടുതൽ ചേട്ടൻ ചീത്തത് അറ്റൾക്ക് തീറ്റ വെച്ച് കൊടുക്കണ പാത്രം കണ്ടാവും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു വൃത്തികെട്ട ശബ്ദം വരും. എരുമ അമർന്നതാണോ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പാത്രം ഇവിടെ ഇഷ്ടം പോലെ പാത്രങ്ങളാണ്. പിന്നെ പട്ടികയായിട്ടൊരു പാത്രത്തിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ആ പാത്രത്തിന് ആകെ 150 രൂപയും കൂടെ ഉള്ളു. 2 പാത്രത്തിന്. അല്ല അപ്പൊ കാര്യം പറയട്ടെ. അപ്പൊ എന്തുട്ടാ ചെയ്യാൻ പോണെന്ന് പറയട്ടെ. ആദ്യം തന്നെ അതായത് നമ്മുടെ പേടിക്ക് ഒരു സാധനം വാങ്ങിക്കാനുള്ള അധികാരം പോലും എനിക്ക് ഇവിടെ ഇല്ലേ. നിനക്ക് അധികാരം ഇല്ല. അതെ ഞാൻ വെറുതെ പറഞ്ഞാ അധികാരത്തേക്ക്. അതെ നമ്മളിപ്പോ ഇതിനെ കൊണ്ടുവന്നു. ഈ പേടിനെ നമ്മുടെ ആ ചേച്ചി സെലിൻ ചേച്ചി നമുക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇതിന് ഇഞ്ചക്ഷൻ ചാലെടുക്കാം. ഇതിനെ വിഷബാധിക്കൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് അണക്കായിട്ട് നമുക്ക് വലിയ അണക്കായിട്ടില്ല എന്നാ നമ്മുടെ കുഴപ്പമില്ല. വിളിച്ചാലൊന്നും വലിയ അടുത്തേക്ക് അത് അങ്ങനത്തെ കുഴപ്പമുള്ളൂ. അപ്പോൾ ഇതിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ സരിത ഇതിനെ കുളിപ്പിച്ചിട്ട് ഞാനും കൂടിയിട്ട് ഈ മൃഗാശുപത്രി നമ്മുടെ അവിടുത്തെ കയറ്റ് മൃഗാശുപത്രി അവിടെ വരെ കൊണ്ടുപോകണം. അതിൻ്റെ ഒരു തുടക്കത്തിന് കുളിപ്പിക്കാൻ പോവാണ്. ബക്കറ്റിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കുളിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പേളിയെ കുളിപ്പിച്ചിട്ട് കുളിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടാ. വെള്ളം ബക്കറ്റ് കപ്പൊക്കെ കണ്ട കടിച്ചു മുറിച്ചു. ഇവർ രണ്ടുപേരും കൂടി വൈകുന്നേരത്തെ പണികളാണ് കടിച്ചു മുറിക്കല്. കണ്ട കാലത്ത് എണീറ്റ് വരുമ്പോ ഇറയും കിടക്കണാണ് നല്ല ഭംഗി. എന്തൊക്കെയോ എവിടെ നോക്കിയോ സാധനങ്ങൾ വലിച്ചു കൊണ്ടിട്ടുണ്ടാവും. കുളിച്ചണ്ടേ നമുക്ക് കുളിച്ചണ്ടേ. ഇല്ല അത് അവിടെ എത്തുമ്പോ നിന്നോളും. കഴിഞ്ഞു. കഴുത്തില് ബെൽറ്റ് പിടുന്നില്ല. ബെൽറ്റ് ഇട്ട് കഴിയുമ്പോ ചാർലി കടിച്ചു പൊട്ടിക്കാണ്. ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട്. തലയിൽ ആദ്യം തല ലാസ്റ്റ്. തല കുടയും. ഞാൻ സോപ്പ് തയ്ക്കണ വേണ്ട. ഇനി ഞാൻ കണ്ടുന്നോളൂ. നനവ് തട്ടി മേത്ത് കേട്ടാ. വെള്ളം ചെയ്യുമ്പോ വെള്ളം വരുന്നവരല്ലേ തെറിച്ച് പോണ്ടല്ലേ. ഇത് സോപ്പില്ലേ സരിത? സോപ്പല്ല ഷാമ്പു വെച്ചിട്ട് പടയ്ക്കുന്നത് ആദ്യമായിട്ട്. അതായത് ഇവിടെ പട്ടികള് നാടൻ നായ്ക്കള് തലമുറകളായിട്ട് 10-40 ചില്ലറ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഓട്ടം അതേ വരുന്നുണ്ട്. ഇവിടെ 10-40 കൊല്ലങ്ങളായിട്ട് ഈ നാടൻ നായ്ക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വില കൂടിയ വസ്തുക്കൾ കൊണ്ടിട്ട് ഈ വക സാധനങ്ങള് കുളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. സാധാരണ ഒരു കൂത്താം. ഇത് കണ്ട ഈ സാധനം കണ്ട പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കേട്ടാ. പ്രാണികളൊക്കെ പോവാനുള്ളതാ. ഒരു ഓട്ടം കൂത്തട്ടെ. നല്ല മണല്ലേ. ഒന്നും ചെയ്യണ്ട, അവിടെ നിന്ന് തന്നാ മതി. സുന്ദരിയാവണ്ടേ നമുക്ക് കുളിച്ചിട്ട്. ഇഞ്ചക്ഷൻ ചെയ്യാൻ പോണ്ടേ? ടാറ്റ പോണ്ടേ? നമുക്ക് കാണാൻ പറ്റുമോ? അയ്യോ കുടി. അത് മൊത്തം ഉപയോഗിച്ചോ? ജഗ്ഗു ആ കപ്പില് വെള്ളം എടുത്തേ. വെള്ളം അവിടെ കൊണ്ടുവന്നേക്ക് സരിത. ഒരു കപ്പിലത്തെ വെള്ളം കൊണ്ടുപോവാ.
ഏറ്റവും നല്ലതേ മറ്റേ ഈ ചകിരി നമ്മുടെ നല്ല സുഖം ഉണ്ടാവും ചേട്ടാ. എനിക്ക് നല്ലത് അല്ലാന്ന് നീ ഇതുകൊണ്ട് കുളിച്ചാ നോക്ക് ഇത് ഇവരെ ഉപയോഗിക്കണ ആ അതെ ചകിരിയില്ലേ നമ്മുടെ ഈ നാളികേരത്തിന്റെ ചകിരി ഇത് നല്ല സുഖം ഉണ്ടാവും ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോ. നാളികേരത്തിന്റെ ചകിരിയില്ലേ അതാണ് ഏറ്റവും ഉഗ്രം. പക്ഷെ അത് മറ്റേ സാധനം ചോറ് അത് ഇരിക്കും ഇതിന്റെ മേലെ. കുറച്ച് കഴിഞ്ഞാൽ തന്നെ പോവും. സുഖല്ലേ വാലില്ലേ നോക്കിയ മുറുക്കിന്റെ പോലെ വാല് നോക്കിയ മുറുക്ക് ചിറ്റിയ പോലെ വാല് ഇല്ല പട്ടിന്റെ വാല് 12 പോലെ അത് വിട്ടോക്കിയ വിട് കണ്ട നോക്കിയ വാല് ഇങ്ങനെയാണ് കണ്ട എന്ത് ചെയ്തിട്ട് കാര്യമില്ല കൊട അവസാനം ഒരു കൊടയിട്ടാ ഞാൻ കുളിച്ചിട്ടില്ല. അങ്ങനെ ഒരു പട്ടിക്കുളി നടത്തുന്നു കേട്ടാ. ഈ പട്ടിക്കുളി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൃഗാശുപത്രി കൊണ്ട് അവിടെ വരെ എത്തുമെന്ന് അറിയില്ല. ഇവള് പിന്നിരിക്കാ വരിക. ഇപ്പൊ നമ്മൾ ചങ്ങല പിടിച്ചുകൊണ്ട് ചാർലി സുഖ ചാർലിന് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. ഇനി ജനുവരിയില് ചെയ്യണ്ടോ? അടുത്ത ജനുവരിയില്. ഇവിടെ ചെയ്തിട്ടില്ലോ. നല്ല സ്റ്റൈലോ കുളിക്കാൻ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരുവിധം ഇണങ്ങി കഴിഞ്ഞപ്പോഴാണ് കുളിക്കാൻ തുടങ്ങുന്നത് കേട്ടാ. ആഹാ നല്ല ഒരു മിനിറ്റ് ഞാൻ പിടിച്ചേക്കാം. നല്ല സുഖയില്ല കണ്ട അടിപൊളി. അപ്പൊ ഞാൻ കുളിപ്പിച്ച പോരെ വാലുമ ഉരക്കിന് നല്ല വൃത്തിയായിട്ടാ. സുന്ദരിയായി മദാമിയായി ആ നല്ല ഭംഗി ഇംഗ്ലീഷുകാരിയായി. മതി ബ്ലോക്ക് ചെയ്യും ഞാൻ. ആകെ സരിതാ വെള്ളം മതി ഇനി ഓക്കെ. ഇനി വെയിലത്ത് കൊണ്ടേ കെട്ടാ. അപ്പൊ ഇതിപ്പോ കുറഞ്ഞത് വെള്ളം പറ്റും എൻ്റെ മേത്ത്. അങ്ങനെ പേളി സുന്ദരിയായി. ആരാണ്ട് പറഞ്ഞേ അത് ഭയങ്കര തമാശ. കഴിഞ്ഞ വീഡിയോയിൽ കമന്റിൽ പറഞ്ഞു പേളിന്ന് ഒരു സെലിബ്രിറ്റിയുടെ പേരാണ് നായിക്കിട്ടുള്ളത് പാടില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ സരിതാന്ന് പേരിട്ടോളാൻ. അപ്പൊ സരിതാന്ന് പേരിട്ടെങ്കിൽ ശരിയാ. ഒരു വീട്ടില് രണ്ട് സരിതകളുണ്ടെങ്കിൽ അപ്പൊ ആരെയാണ് നമ്മൾ വിളിക്കുക? നമ്മൾ വീട്ടിലെന്തായാലും ഒരു പേരില് 2 പേരുണ്ടാവില്ലല്ലോ ഒരിക്കലും. ഒരു വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ ഇങ്ങനെ വിളിക്കുക നമ്മള്. അങ്ങനെ കുളി കഴിഞ്ഞു കേട്ടാ. കുളി കഴിഞ്ഞിട്ടേ ഒന്ന് തോർത്തേണ്ട ആവശ്യമില്ല. നല്ല ചൂടുണ്ട്. വാ ആ വെയിലത്തൊന്ന് നടക്കാം. ഇപ്പൊ നല്ല ആവേശത്തിലാണ് നടക്കണത് കേട്ടോ. വെയിൽ കൊള്ളാനാണ് നടക്കണത്. ചുള്ളത്തി ഒരു മിനിറ്റ് വരെ ഇവിടെ നിന്നോട്ടാ. അപ്പോഴേക്കും ഞാൻ ഇതെടുക്കട്ടെ. പോവായി നമ്മള് കരുത് ചാർലിനോട് കുളിപ്പിക്കാൻ പോണ്ട്. ഹായ് ചുള്ളത്തിയില്ലേ? ചാർലിയുടെ കണ്ണിന്റെ അവിടെ തൊട്ട് ചേട്ടാ കാക്കപുളിയാണോ? നോക്കാം മാർക്ക് അങ്ങയിലെ കേട്ടാ. എന്റെ മേക്കട്ട് കയറരുത്. സുന്ദരി കുളിക്കാട്ടാ. വെള്ളം കൊണ്ടുവരാ. വെള്ളം കുളിപ്പിച്ച എന്നെ ചാർലിനെ കുളിപ്പിക്കാൻ പോണു. കുഴപ്പമില്ല. ഇപ്പൊ കുളിക്കാൻ ഭയങ്കര ഇഷ്ടാവും. നല്ല ചൂടല്ലേ. മതി പോണു പുറത്തേക്ക് പോണു. അത്ര മതി. കുട്ടി നായല്ലേ. അപ്പൊ അവര് സരിത ചാർലിനെ കുളിപ്പിച്ചിട്ട് നമുക്ക് മൃഗാശുപത്രിയിലേക്ക് പോവാം. അവളെ കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ പേളീനെ കൊണ്ട് പോവാണ് കേട്ടാ. ഞാൻ ബെൽറ്റ് എടുക്കണില്ല. ബെൽറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ലൂസാണേ. പാടി വീട്ടിൽ നിന്ന് നിന്നെ ഒന്നിനും ചെയ്യാനല്ല പോണത്. പേടിക്കണ്ട. ഞങ്ങളുടെ ഇന്ത്യൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ കോർപ്പറേഷൻകാർ കൊണ്ടുപോയിട്ട് ചെവിയുമേ മറ്റേ കത്രപ്പൂട്ട് ഇവിടെ ഇവിടെ മറ്റേ കെട്ടടിക്കുക ഓട്ടടിക്കുക അറിയില്ല. ഇവൾക്ക് കുഴപ്പമില്ല കേട്ടാ. ആദ്യത്തെ മൃഗാശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ ഹൈവേരയില്ലേ, ഹൈവേര തൊട്ടപ്പുറത്തായിരുന്നു മൃഗാശുപത്രി. ക്രിസ്റ്റോഫറിൻ്റെ അപ്പുറത്ത് നമ്മൾ മീൻ ചോന്നില്ലേ അതിൻ്റെ അപ്പുറത്തായിരുന്നു. അപ്പം മെയിൻ റോഡ് ക്രോസ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് പശുക്കളേക്ക് കൊണ്ടുപോകണമെങ്കിൽ. ആ മൃഗാശുപത്രി ഒരു കോച്ചേരിക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയുടെ ആയിരുന്നു. വലിയൊരു 2 ഏക്കർ സ്ഥലത്തിൻ്റെ നടുവിൽ പഴയ ഒരു തറവാട് വീട്. ആ വീട്ടിലായിരുന്നു മൃഗാശുപത്രി. പിന്നെ ഇവിടുത്തെ കശാപ്പേര മൃഗാശുപത്രി മാറ്റിപ്പോൾ
അത് നിർത്തി ഇവിടേക്ക് അയക്കി. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് അയക്കി. അതന്നെ സുഖമാണ്. അതിവിടെ കയറ്റത്തേക്ക് പോവല്ല വേണ്ട. അവർക്ക് കുഴപ്പമില്ല നടക്കാനായിട്ട് കേട്ടോ. അവിടെ എൻ്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇനി വന്ധ്യീകരണം ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം, പറവട്ടാനിക്ക് കൊണ്ടുപോകണം. അത് അവിടെ ഞങ്ങൾ ചോദിച്ചു. ഞാൻ സരിതിൽ പോയിട്ട് അവിടെ ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു ഇതിനെ ഈ വന്ധ്യീകരണം ചെയ്യാനായിട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 8 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ അല്ലെങ്കിൽ വളർച്ച പോകുന്നു. വന്ധ്യീകരണം ചെയ്യണത് കുറേ പേര് പറഞ്ഞു വന്ധ്യീകരണം ചെയ്യേണ്ട ആവശ്യമില്ല, ഇവർ സ്വാഭാവികമായിട്ടുള്ള ഇതുകളായിട്ട് നടന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എന്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികൾ നിറയും. അപ്പോൾ പ്രസവിക്കാത്ത വന്ധ്യീകരണം ചെയ്യൽ മാത്രമല്ല, ബാക്കി സ്വാഭാവികമായിട്ടുള്ളവരുടെ ജീവിത ഇതിന് യാതൊരു തടസ്സങ്ങളും നമ്മൾ നിൽക്കണില്ല കേട്ടാ. അങ്ങനെ പേളീനെ കൊണ്ട് പോവാണ് നമ്മൾ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴ പെയ്തു. രാത്രിയിൽ ഭയങ്കര മഴ പെയ്തു. അയ്യോ ഈ പട്ട ഏത് നിമിഷം വീട്ടിൽ നോക്കി കണ്ട പോശമൊരു പട്ട കണ്ട ആളുകൾ തലരിക്ക് വീഴുക. ഞാനേ വിചാരിച്ചത് ജഗ്ഗുവിനെയും കൊണ്ട് വരണച്ചായിരുന്നു. ജഗ്ഗു മൂട്ടിന്ന് തള്ളണ്ടവർ ഇവിടെ പിന്നിരിക്കാണല്ലോ വലിക്കുക. നാടൻ കോളാമ്പി, പണ്ടത്തെ ഒരു കോളാമ്പി. ഇവിടെ അമ്പലം, കുമ്പിളി അമ്പലം. ഇതാണ് നമ്മുടെ അവിടെ അമ്പലം. പഴയ ആല്. രാത്രിയിൽ കേട്ടോ 7 പാല്. ഇത് രാത്രിയിലേ ഒക്ടോബർ മാസം നവംബർ മാസം ആകുമ്പോൾ പാല പൂക്കുമല്ലോ. വണ്ടീനെ പേടിയുണ്ടാവും. 7 പാല 7 പാല പൂത്ത് കഴിയുമ്പോഴേ രാത്രിയിൽ അവള് വലിക്കുന്നു. മൂത്രമൊഴിക്കുക. അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ, സോറി ഡി. 7 പാല പൂക്കില്ലേ, എപ്പോഴും മണം വരില്ലേ. രാത്രി 10-12 മണി 1 മണി നേരത്ത് സ്വർണം കളറെടുക്കാനും ഇതിനൊക്കെ ആയിട്ട് പോകും. വേറെ സ്ഥലത്തേക്ക് പോകണം കളറെടുക്കാനൊക്കെ ആയിട്ട്. നമ്മൾ പണിത് കഴിയുമ്പോൾ ആഭരണം ഒരു ചെമ്പിൻ്റെ കലർന്ന കളറാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് ഇത് കളറാക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ കളറായിട്ട് മാറുക. ഇപ്പോൾ രാത്രിയിൽ പോയിട്ട് വരുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ബൈക്കുമ്പോൾ വരുമ്പോൾ ഈ പാലര മണം ഒരു പേടി തോന്നും. യക്ഷിൻ്റെ തോന്നുന്നുള്ളൊരു പേടി തോന്നും. പാലപ്പുത്ത മണം വരുമ്പോഴേ പാല എന്ന് പറയുമ്പോൾ യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ പാലനെ പറയുക. മറ്റേ പാലില്ല കേട്ടോ, കോട്ടയത്തെ പാല സ്ഥലമല്ല ഇത്. ഇതെന്തിട്ട് ഇതല്ല പണ്ടത്തെ ചക്കമുല്ല എന്ന് തോന്നുന്നു. നല്ല കട്ടിയിട്ടുള്ള ചക്കമുല്ല. ഇത് മിനി ചക്കമുല്ലയാണ്. പണ്ട് മുല്ല നല്ല ചക്കര വലിപ്പമുള്ള ചക്കമുല്ല എന്ന് പറയും. ഇത്രയ്ക്ക് ആ പൂവ് ഇത്രയ്ക്കുണ്ട്. ഇത്രയൊക്കെ നമ്മുടെ അയലോക്കാരായിരുന്നു കേട്ടോ, പണ്ടുള്ള അയലോക്കാരായിരുന്നു. ഇത് പണ്ട് ഈ വീട് ബാലേട്ടൻ എന്ന് പറയും. കള്ള് ചെത്തുന്ന ബാലേട്ടൻ, ചെത്തുകാരൻ ബാലേട്ടൻ്റെ വീടായിരുന്നു. അവർക്ക് ഇവിടെ നിന്ന് പോയി. ആളുടെ മോൻ അനിരുദ്ധൻ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ളതാണ്. അനിരുദ്ധ ഇപ്പോൾ ഇലക്ട്രിസിറ്റി പോലുള്ള ലൈൻമാനാന്നുണ്ട്. ബാലേട്ടൻ കള്ള് ചെത്തിയിട്ട് ഇങ്ങനെ അരയിൽ മറ്റേ കോടാക്കിയിട്ട് പണ്ടത്തെ കള്ള് ചെത്തുകാരില്ലേ, കറുത്ത ഒരു ഇത് ഇത്രയ്ക്ക് പോകുന്നൊരു തോർത്തും കൊടുത്തിട്ട് ഇങ്ങനെ കുണുങ്ങി നടന്നില്ലേ, മറ്റേ മണി ഇതിലൊക്കെ നടന്നു വരുന്ന പോലെ. ആ കള്ള് കുടം ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു കുണുങ്ങൽ വരും. അപ്പോൾ കള്ളിൻ്റെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കള്ളിൻ്റെ മണം കിട്ടാനായിട്ട് കുറേ ദൂരം ആളെ പിന്നോടെ നടന്ന് കിട്ടിയിട്ടല്ല, കിട്ടിയൊക്കെ നന്നായിരുന്നു. പിന്നെ അച്ഛൻ കള്ള് വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മളതിൽ നിന്ന് ഇത്തിരീച്ച ഇസ്കും. പേടിയില്ലല്ലേ. ഇവിടെയൊക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ടായിരുന്നു, വത്സെന്ന് പറഞ്ഞൊരു കൂട്ടുകാരനായിരുന്നു. ഈ വീട് നമ്മുടെ അച്ചാറ് മറ്റേ MSME തൃശ്ശൂർ MSMEയിൽ ഇത് പഠിപ്പിച്ചത്, അച്ചാറുണ്ടാക്കണത്, സ്ക്വാഷുകൾ ഉണ്ടാക്കണത് മാഷ ജോണി മാഷ്ട വീടായിരുന്നു. ആളായിരുന്നു ട്രെയിനിങ് തന്നിട്ടുള്ളത്. ഇതൊരു ഞാവൽ ആണ്. ഇന്ന് കണ്ടമാനം ഞാവലുകൾ പഴം വീഴും. ഇപ്പോൾ കഴിഞ്ഞു. ചില ഞാവൽപ്പഴം ഉണ്ട് കണ്ട ഞാവൽപ്പഴം വീണ്. ഞാവലിൻ്റെ ഒരു മണം ഒരു പ്രത്യേക മണമല്ലേ. പൂവ് കളയാം. നമ്മുടെ മൃഗാശുപത്രി കാറ് കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് മൃഗാശുപത്രി കേട്ടോ. അപ്പോൾ ഈ മൃഗാശുപത്രി പണിതിട്ടുള്ളത് മറ്റേ കോസ്റ്റ് ഫോർഡാ, മറ്റേ ലാറി ബേക്കറില്ലേ, ലാറി ബേക്കർ പണിതിട്ടുള്ളതാണ് ഈ കോസ്റ്റ് ഫോർഡിൻ്റെ ബിൽഡിങ്. കുറേ കൊല്ലമായിട്ടാ. എത്രയല്ല പണിതെന്നുള്ളത് അവിടെ ബോർഡുണ്ട്. അങ്ങനെ നമ്മൾ മൃഗാശുപത്രിക്ക് വരുന്നു. വേണ്ട, തൃശ്ശൂർ കോർപ്പറേഷൻ സർക്കാർ മൃഗാശുപത്രി പ്രവർത്തന സമയം 9 മണി to 3 മണി വരെ. ഇതിന് ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് മറ്റേ പാക്കുള്ളത് ഇല്ല. ഇതിനിപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇന്നലെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരട്ടേന്ന്. വരയ്ക്ക് മരുന്ന് കൊടുക്കാൻ പറഞ്ഞില്ല, കൊണ്ടുവരാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട്.
പേര് എൻ്റെ പേരെ പറയണ്ട, നായരുടെ പേരെ പറയണ്ട, പേര് പറയാൻ പറഞ്ഞവർ. അപ്പോൾ നായരുടെ പേര് പറയണെങ്കിൽ പേടി, എൻ്റെ പേര് പറയണെങ്കിൽ എൻ്റെ പേരല്ലേ പറയണ്ട. അജിത് കുമാർ, താമരശ്ശേരി, പെരുവാങ്കുളങ്ങര. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാ. റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ. അവിടെ പകച്ചു ഇങ്ങനത്തെ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് കേൾവി പോലും ഇല്ലേ. അങ്ങനത്തെ ഒരു സ്ഥലത്തെയാണ് വന്നുപെട്ടിരിക്കുന്നത്. കണ്ട ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത നോക്കിയാൽ ഇതിങ്ങനെ പണ്ടത്തെ ഇഷ്ടി വെച്ച്, പിന്നെ ഇതൊക്കെ ഇങ്ങനെ തേച്ചതിൻ്റെ മുകളിൽ കണ്ടോ വാർത്തോണ്ട് ഓട് വെച്ചിട്ട് വാർത്തോണ്ടാണ് മുകളിൽ. പിന്നെ ഡ്രസ്സ് അടിച്ചത് മാത്രം. നടുവിൽ ഈ ഇതാണ് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിയോടെ കാണിച്ചാൽ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണിയുടെ രീതി നോക്കി അറിയാൻ പറ്റും. 3 നിലയാണ് കണ്ട. അന്നത്തെ കോസ്റ്റ് പോകേണ്ട പണിയാണ്. നടുവിൽ ഒരു ഈ മഴ പെയ്യുകയാണെങ്കിൽ ഉള്ളിലേക്ക് ഇത് വരും. അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലമാണ്. കൃഷിഭവനുണ്ട് ഇതിന് മുകളിൽ കണ്ട. ഇരിക്കാനുള്ള സ്ഥലം കണ്ട, നല്ല സ്ഥലം. ഇതിന് 6 മാസം. ഒരു ഇതിന് മുകളിലേക്ക് നോക്കിക്കുക കണ്ട, പണത്തിൻ്റെ രീതി ഉണ്ട്. മുകളിൽ ഇപ്പോൾ ഡ്രസ്സ് അടിച്ച കാരണം ഇങ്ങനെ. അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് അറിയും. ഇതിൽ ആദ്യം മെറ്റലിട്ടുണ്ടായിരുന്നേ, വെള്ളം അടിയോടെ പോവും. നല്ല രസമായിട്ട് പിടിക്കാം. മുഖം കെട്ടണ ഡോക്ടറെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതിയില്ലേ? കഴിഞ്ഞു. എത്ര ഉള്ളോ? എത്ര? അറിയാം. ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. കൈ കേട്ടാ, കൈ എവിടെ കഴിയാം, അതേം അപ്പുറത്തുണ്ടാവും. അങ്ങനെ നമുക്ക് ഇതേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയണ്ട. ഇനി അടുത്ത കൊല്ലം വർഷം ക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹാപ്പി ആയില്ലേ? സർട്ടിഫിക്കറ്റ് ഹാപ്പി ആയില്ലേ? കണ്ട, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്, അല്ലാണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. മനസ്സിലായ? അത് മാത്രമല്ല, നമുക്ക് പോയി എന്തിനു പെട്ടെന്ന കാര്യം കഴിഞ്ഞാൽ പോവാ. റെഡി. ഇനി ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വീട്ടിൽ നേരെ ഓടിയെത്തും തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇനി വഴി അറിയാം, മണടിച്ചിട്ടുണ്ടാവല്ലോ ഇവർക്ക്. ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നത് കണ്ട. ഇത് വിളിക്കുന്ന നോട്ടം അവളെ കണ്ട, സർട്ടിഫിക്കറ്റ് വിളിക്കുന്ന നോട്ടം. എന്താ ഹാപ്പി. ഈ വന്ധ്യംകാരൻ നടത്താനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. അത് പറവട്ടാനില്ല, ഇവിടെ ചെയ്യാനുള്ള സൗകര്യം. അല്ലെങ്കിൽ കൊക്കാലക്കി കാർ പോട്ടെ. കുളിച്ചപ്പോൾ എന്തൊരു ഭംഗിയാ. നിതിന് ഓടിപ്പോഴേ അവൾ ഓടണം. ചാർലിയുടെ സർട്ടിഫിക്കറ്റ് കാണാല്ലേ അത്ര. അത് എവിടെ വെച്ചേണെന്ന് അറിയില്ല. അന്ന് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ അയാൾക്ക് ഓർമ്മയില്ല. നമ്മുടെ ഗേറ്റ് എത്തി. ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ വിചാരിച്ചു ഇതിനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത്. പേളീനെ കാണാണ്ടായപ്പോഴേ ചാർലിനോട് പൂട്ടിയിട്ടുണ്ട്, കുളിപ്പിച്ച് പൂട്ടിയിട്ടുണ്ട്. കണ്ടാ, ഒന്ന് മണപ്പിച്ചോ. എത്തി. ഒക്കെ സെറ്റായില്ലേ? കണ്ടാ. ഓ എന്താ അത് കണ്ടാ, സെറ്റ്. ദേഷ്യം കണ്ട അവളെ. ചാർലി ജാമയ്യ കുഴപ്പമില്ല. അവള് ദേഷ്യം കണ്ടാ. കുഴപ്പമില്ല, നിങ്ങൾ കടികൾ തന്നെയാ. വാ. അപ്പോൾ നമുക്ക് കുളിച്ച് വെള്ളത്തേലി നീ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തോ. സമാധാനമായിട്ട് നിനക്ക് വീട്ടിൽ എത്തിയപ്പോൾ തിരിച്ച് ഞാൻ കുളിക്കട്ടെ. അപ്പം ഞാൻ കുളിക്കട്ടെ. അങ്ങനെ സരിത കുളി എന്താ സരിത കുളി കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ലേ? ഇതേ ഇവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പോവാ. ജഗ് ഈരാനുള്ള ബ്രഷും പിടിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അവൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടേ, സർട്ടിഫിക്കറ്റ് ഡോക്ടറെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇത്തിരി അത് കിട്ടാണ്ടായപ്പോൾ ഒരു വിഷമം തോന്നി അവൾക്ക്. അത് തിന്നു കഴിഞ്ഞിട്ട് മതി. അതിനീര് ആ സമയത്ത് അതിനീര് ചാർലിക്ക് കൊടുക്ക ബിസ്ക്കറ്റ്. ചാർലി കൊതിച്ച് വെക്കണ ആ പാത്രം കിട്ടിയിട്ട് ആ സമയത്ത് ചാർലിനെ ഈരി കൊടുത്ത സ്പ്രേ. സ്പ്രേ ഒന്നും അടിക്കണ്ട. സ്പ്രേ അടിക്കാം.
കിക്കിളിയിലുണ്ട് ആ അതൊക്കെ കാല് കാണിക്കണമെങ്കിൽ കിക്കിളിയിലേറ്റാ മതിറ മതിറ അവിടെ തന്നെ ഇട്ടാക്കലോടെ ചെക്കോ ടിക്കറ്റ് വേണം സുന്ദരിയെ ഇതിന്റെ മേലെ പ്രാണികൾ പോവാൻ വേണ്ടിട്ട് അടിക്കാൻ ഒരു സ്പ്രേയും വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടാ പോലെ മറ്റൊരുക്ക് തന്നെ ഉണ്ടല്ലോ പുഴുക്കടി അത് വെച്ചവർക്ക് പകരും വലിയവരുടെ വേളി ഹാപ്പി വേളി പൊന്മാൻ വന്നിട്ട് ഇത് മീനെടുത്തോണ്ട് ചേട്ടാ വാ ചെറിയ പൊന്മാനുകൾ വന്നിട്ട് ഗപ്പികളെ പിടിച്ചോണ്ട് പോകും വീട്ടുകളുടെ രോമം പോണില്ലേ അല്ലേ തീരെയില്ല മറ്റേ കാമറീനെ അതിനൊക്കെ കാണിക്കുമ്പോഴാണ് രോമം